ഓസ്റ്റിൻ, we really need to talk. Please. എന്ത് സംസാരിക്കാൻ? 2-3 ദിവസമായിട്ട് കാണുന്നതാ. നീ എന്നെ വല്ലാണ്ട് ഇഗ്നോറിംഗ് ആണ്. നിനക്കൊന്നും തോന്നുന്നില്ല? അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നി. എനിക്ക് നിന്നോട് ഇപ്പൊ തർക്കിച്ചിരിക്കാൻ ഒരു മൂടുമില്ല. എനിക്ക് വയ്യ. തർക്കിക്കാനല്ല ഞാൻ പറയുന്നത്. All I want is just to talk. നിന്നോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങും, നീ തർക്കിച്ചു തുടങ്ങും. Then what's the point of talking? God. All right. നീ കാര്യം പറ എന്താന്ന്. ഞാൻ തർക്കിക്കാനൊന്നും വരുന്നില്ല. പ്ലീസ്. സി, ഞാൻ ഇപ്പൊ തന്നെ നല്ല ലേറ്റാ. നമുക്ക് രാത്രി സംസാരിക്കാം, പോരെ? ഇനി ഞാൻ രാത്രി വരെ വെയിറ്റ് ചെയ്യണോ? നീ ഇനി എന്താ പറയാൻ പോന്നേന്ന് ആലോചിച്ചിട്ട് പറ. സി, ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ഓഫീസിലെ വർക്കും അലമ്പാവും. നമുക്ക് രാത്രി സംസാരിക്കാം. ഓക്കെ, ശരി. ഓസ്റ്റിൻ, ഇന്ന് ലഞ്ച്. ഓക്കെ. ചിക്കനും റൈസോ? ഓക്കെ, താങ്ക്സ്. നീ ഇന്ന് പോകുന്നില്ലേ? ഇല്ല, എനിക്കിന്ന് ഓഫാ. ശരി ശരി. ചിക്കൻ സൂപ്പ് എങ്ങനെയുണ്ട്? സൂപ്പർ. നിനക്ക് ചിക്കൻ സൂപ്പ് ഇഷ്ടമല്ലേ? അതുകൊണ്ട് ഉണ്ടാക്കാന്ന് കരുതി. താങ്ക്സ്. ഇനി പറ, വാട്ട്സ് ബോദറിങ് യു? അത് വിട്. നോ, പറ. ഇത് കുടിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? ശരി. കാര്യം എത്രേ ഉള്ളൂ. നമ്മൾ മാത്രമുള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ആ ഫുൾ ടൈം കൊടുക്കണം. അല്ലാണ്ട് നീ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് തരുന്ന ടൈമിന് പിന്നെ എന്ത് വാല്യൂ ഉള്ളത്? പോട്ടെ, ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടുമില്ല, നീ എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. വി ആർ എ ഹാപ്പി കപ്പിൾ. ലുക്ക് ഓസ്റ്റിൻ, വി ആർ എ ഹാപ്പി കപ്പിൾ. അത് നിനക്ക് തോന്നുന്നുണ്ടെങ്കിലൊന്നും എനിക്കറിയില്ല. നിനക്കറിയാം എൻ്റെ ഒരു ജോബ് മീഡിയ റിലേറ്റഡ് ആണ്. ബട്ട് യെസ്, നമുക്കൊരു റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഗിവ് ടൈം ഫോർ ഈച്ച് അതർ. ആൻഡ് എൻ്റെ ജോബിൽ കോൾസ് വരും, ഞാൻ ബിസി ആകും. പക്ഷെ അതിൽ നമ്മൾ വെളിയിൽ പോകുമ്പോൾ ഞാൻ എന്തോരം കോൾസ് ഞാൻ ഡിക്ലൈൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി സിറ്റുവേഷൻ. ഒരു മിനിറ്റ്, അപ്പോൾ നീ പറഞ്ഞ എൻ്റെ പൊരുളെന്താ? ഞാനൊരു റിഗ്രസീവ് ആയിട്ടുള്ളൊരു ഭർത്താവ് ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാണ്ട് അവളെ കുറ്റപ്പെടുത്താൻ വേണ്ടി കുറ്റപ്പെടുത്തുന്നു. അടിപൊളി. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് അതല്ല. എടി, എനിക്കറിയാം നിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ. അത്യാവശ്യ ഘട്ടത്തിൽ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. സി, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണ്. പക്ഷെ നീ എന്നെ ഒരു സ്ഥലത്തോട്ട് വിളിച്ചിരുത്തിയിട്ട് ഫോണിൽ കണ്ട ആൾക്കാരോട് വെറുതെ ആവശ്യമില്ലാണ്ട് യൂസ്ലെസ് ആയിട്ടുള്ള ലൂസ് ടോക്സ് നടത്തുമ്പോൾ ഐ ലിറ്ററലി ഡു ഫീൽ ലൈക്ക് ഷിറ്റ്. പിന്നെ സത്യം പറഞ്ഞാൽ പലപ്പോഴും എൻ്റെ ടൈമും എഫേർട്ടും ഇതൊന്നും നിനക്ക് മാറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എടി, ഞാൻ നിന്നെ ഔട്ടിങ്ങിന് കൊണ്ടുപോയിട്ട് ഇതുപോലെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഉണ്ടാവും? പൊളിയില്ലേ? ഒന്നാമത്തെ കാര്യം, നിന്റെ ടൈമിനെ എഫേർട്സിനെ ഒന്നും ഞാൻ ചെറുതാക്കി കണ്ടിട്ടില്ല. പിന്നെ നീ എന്ത് കാര്യത്തിനാണ് ഈ പറയുന്നത് നമ്മൾ ഈ വെളിയിൽ ഔട്ടിങ്ങിന് പോയപ്പോൾ ലൂസ് ടോക്സ് ഉണ്ടായെന്നൊക്കെ? ഞാൻ ഇതുവരെ പറഞ്ഞത് നിനക്ക് മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ മനസ്സിലായത് തന്നെ. പ്ലീസ്, ഇത്രയും നേരവും ഞാൻ കാമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. അപ്പം എൻ്റെ ക്ഷമയെ പരീക്ഷിക്കണതോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ഈ ബന്ധം മടുത്തോ? എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക. അല്ല, സാധാരണ ഈ ആണുങ്ങൾക്ക് ബന്ധമൊക്കെ മടുക്കുമ്പോഴാണല്ലോ അവിടെ ഇവിടെ തൊടാണ്ട് ഇങ്ങനെ സംസാരിക്കണേ. അങ്ങനെയാണെങ്കിൽ സാധാരണ പെണ്ണുങ്ങൾക്ക് ബന്ധം മടുക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന എഫേർട്സും ടൈമും ഇതിനൊക്കെ ഒരു വാല്യൂ തരാണ്ട് ഫോണിൽ ഇങ്ങനെ എൻഗേജ് ആയിട്ടിരിക്കണേ. എനിക്ക് നല്ല രീതിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ചൊറിഞ്ഞു കയറി വന്നായിരുന്നു എന്ന്. പിന്നെ ഞാനൊന്നും പറയാഞ്ഞ. ഇത്രയൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞു തോലിക്ക കാര്യം എന്താന്ന്. പറയാം. 4 ദിവസം മുമ്പ് പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ ഡിന്നർ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ടോ? ഇനി അത് ഓർമ്മയില്ല എന്ന് പറയരുത്. അന്ന് നിന്റെ ഏതോ ദിവ്യ ചേച്ചിയോ ആരാണ്ട് വിളിച്ചില്ലായിരുന്നോ? ദിവ്യ ചേച്ചി അല്ല, ദേ ചേച്ചി. ആരാണേലും ഒരാൾ വിളിച്ച് വർക്കിൻ്റെ കാര്യമാണെങ്കിൽ അത് പറയണം. അതിപ്പോൾ 2, 3, 5, 10 മിനിറ്റ് ആണെങ്കിൽ ഒരു സീനുമില്ല. ഇതിപ്പോൾ അങ്ങനെയായിരുന്നോ? 1 മിനിറ്റ് ഏതാണ് നിങ്ങൾ വർക്കിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞു കൊണ എന്താണ്ട് മനുഷ്യനാണിരുന്ന് ബോറടിച്ച് മൂട്ടിൽ വേര് മുളച്ചു.
ഞാൻ ചോദിക്കട്ടെ, നിനക്ക് നമ്മുടെ ബന്ധം ഒരു ബാധ്യതയാണെങ്കിൽ നീ ഇത്ര എഫേർട്ട് ഇട്ട് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് സെപ്പറേറ്റ് ആവണമെങ്കിൽ സെപ്പറേറ്റ് ആവാം, സിമ്പിൾ. അല്ലാണ്ട് ഞാൻ ഇത്ര എഫേർട്ട് ഇടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോ എന്റെ എഫേർട്ട് നിനക്ക് വെറും അഭിനയമാണ്. ഓക്കെ, എടി, ഞാനാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നീ എന്ത് വിചാരിക്കും? സത്യം പറയട്ടെ, എനിക്കിനി ഇങ്ങനെ കുരങ്ങ് കളിക്കാൻ വയ്യ, മടുത്തു. I can't do this anymore. സെയിം സെയിം. അല്ലെങ്കിൽ അങ്ങോട്ട് അയച്ചേക്കാം. ഇപ്പോൾ പറയാ, സൂപ്പ് നല്ലായിരുന്നു. താങ്ക്സ്. ഇപ്പോൾ എന്താ ഇപ്പോൾ ഒന്നും കിട്ടുള്ളൂ. ആക്ച്വലി ദിവ്യ ചേച്ചിന്റെ ഒരു ചേച്ചി എല്ലാം ഒന്നൊക്കെ തന്നെ. ദേവ് ചേച്ചിന്റെ ഒരു ഇൻവെസ്റ്ററാണ്. അപ്പോൾ ചേച്ചി ഒരു വെഞ്ചറിന് ഇൻവെസ്റ്റ് ചെയ്യാന്നൊരു വാക്ക് തന്നിട്ടുണ്ട്. പിന്നെ നിനക്കറിയാലോ, ഇൻവെസ്റ്റേഴ്സിനൊക്കെ കുറച്ച് ഗോസിപ്സും ഗൂഫിനെസ്സും എല്ലാം കാണിക്കേണ്ടി വരും അവരെ ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് ക്രൂക്കഡ്നെസ്സും. അതാന്ന് അങ്ങനെ. പിന്നെ ഇവരോട് ഇഗ്നോറൻസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പം ബാക്ക് ഓഫ് ചെയ്യും. സോ I'm so sorry. I'm sorry too. നമുക്ക് ഈ മൂടൊക്കെ ഒന്ന് മാറ്റാൻ ഒരു നൈറ്റ് ഡ്രൈവ് പോയാലോ? അതിലും നല്ലത് നെറ്റ്ഫ്ലിക്സ് ചില്ലല്ലേ. എൻ്റെ അതിലും നല്ലൊരു ഐഡിയ ഉണ്ട്. എന്താ? നമുക്ക് ബെഡ്റൂമിൽ പോയാലോ? അയ്യടാ, ഇങ്ങോട്ട് മാറിയിരിക്കും. ഇങ്ങോട്ട് റൂമിൽ പോയിട്ട് നീ എനിക്കൊരു പുസ്തകം വായിച്ചു തരും, ഞാനിങ്ങനെ കിടന്ന് കേട്ടോണ്ടിരിക്കും. കിടന്നങ്ങോട്ട് ഉരുള്. കാര്യമായിട്ടും പോടാ. എടി, ചെറിയൊരു കൊച്ചു പുസ്തകം. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? പോടാ.